2026 ജനുവരി 1 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. എന്നാൽ 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരം പ്രാബല്യത്തിലുള്ള തീയതി ഇതുവരെയും നൽകിയിട്ടില്ല. പുതിയ ശമ്പള പാനൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുടിശ്ശിക ലഭിക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ 10 വർഷത്തെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിക്കാൻ ഇരിക്കുകയാണ്. ഇതോടെ 2026 ജനുവരി 1 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമോ എന്നാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. 8ാം ശമ്പള കമ്മീഷൻ ഇതുവരെ നടപ്പാക്കാത്തതിനാൽ 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ച് ജീവനക്കാർക്ക് ശമ്പളവും DA വർധനവും തുടർന്നും ലഭിക്കണമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത്. എന്തൊക്കെയായാലും 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നാൽ പുതുക്കിയ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകേണ്ടതുണ്ട്. ഈ വർഷം നവംബറിൽ വിജ്ഞാപനം ചെയ്ത 8ാം ശമ്പള കമ്മീഷൻ 18 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. 8ാം ശമ്പള കമ്മീഷൻ 2027 അവസാനമോ 2028 തുടക്കത്തിലോ നടപ്പിലാക്കുമെന്നാണ് വിശകലന വിദഗ്ധരും പറയുന്നത്. 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരം പ്രാബല്യത്തിലുള്ള തീയതി ഇതുവരെയും നൽകിയിട്ടില്ല. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിക്കുന്നതിനാൽ 8ാം ശമ്പള കമ്മീഷന്റെ കീഴിലുള്ള പുതുക്കിയ ശമ്പളം 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരണമെന്നാണ് ജീവനക്കാരുടെ യൂണിയനുകളുടെ ആവശ്യം. മുമ്പ് പുതിയ ശമ്പള പാനൽ നടപ്പിലാക്കിയതിനു ശേഷം ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകിയിരുന്നു. പൊതുവെ ശമ്പള കമ്മീഷനുകൾ മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. 8ാം ശമ്പള കമ്മീഷന് കീഴിലും 7ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിക്കുന്നതിനാൽ പുതുക്കിയ ശമ്പളം 2026 ജനുവരി 1 മുതൽ കുടിശ്ശിക വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് പുതിയ ശമ്പള പാനൽ നടപ്പാക്കി കഴിഞ്ഞാൽ ജീവനക്കാർക്ക് കുടിശ്ശിക ലഭിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. മുൻ ശമ്പള കമ്മീഷനുകളുടെ ടേംസ് ഓഫ് റെഫറൻസിൽ പരിഷ്കരിച്ച ശമ്പളം പ്രാബല്യത്തിൽ വരുന്ന തീയതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ അത്തരമൊരു ശമ്പള പരിഷ്കരണ തീയതി പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കോൺഫെഡറേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. 7ാം ശമ്പള പാനലിന് സമാനമായ ഒരു ഫിറ്റ്മെന്റ് ഘടകം 8ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നാഷണൽ കൗൺസിൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറിയിലെ ജീവനക്കാരുടെ വിഭാഗം പറയുന്നുണ്ട്. ജൂലൈയിൽ ആംപിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഫിറ്റ്മെന്റ് ഘടകം 1.83 മുതൽ 2.46 വരെയാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.